ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് വന്നിട്ട് അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് വന്ന് പോകുന്നത് കേട്ടോ. എനിക്ക് വരണമെന്ന് തോന്നി അപ്പോൾ വരണം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ അമ്മേനെ വിളിച്ചൊന്നും പറയൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒന്നും പറയാറൊന്നുമില്ല. ഞാൻ വന്നതിന് ശേഷമാവും അമ്മ തന്നെ കാണുന്നുണ്ടാവുക ഞാൻ വന്നു എന്നുള്ളത്. ഇതിപ്പോൾ അമ്മോട് പറയാണ്ട് വന്നതാണ് കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് പത്തിരിക്ക് കുഴക്കണതാണ് കേട്ടോ. അമ്മയുടെ പത്തിരി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്ന് ചെന്നാലും അമ്മയോട് പറയുക എനിക്ക് പത്തിരി ഉണ്ടാക്കി തരാനാണ്. അമ്മയുടെ കൈപ്പത്തിരി തിന്നാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ എന്ന് ചെന്നാലും അമ്മ എനിക്ക് പത്തിരി ഉണ്ടാക്കി തരും കേട്ടോ. ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ കയ്യിലിട്ട് പരത്താനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ഇലയിൽ വെച്ചിട്ട് പരത്താറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പരത്തിയാലും പത്തിരിക്ക് ഇത്ര ടേസ്റ്റ് എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ശരിക്കും പറയാന്ന് വെച്ചാൽ വീട്ടിൽ പോകുന്നത് തന്നെ അമ്മയുടെ കയ്യിൽ നിന്നുള്ള ആ ഭക്ഷണം മേടിച്ച് കഴിക്കാനാണ് കേട്ടോ. നമ്മളെന്നും ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ കഴിക്കുന്നതിനെക്കാട്ടും നമുക്കിഷ്ടം നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന എന്തെങ്കിലും കഴിക്കാനാണല്ലോ. അവിടെ പോയാൽ പിന്നെ പണിയെടുക്കും വേണ്ട, നമുക്ക് സുഖമായിട്ടിരിക്കുന്നത്. നമ്മുടെ ലോകമാണല്ലോ, നമ്മുടെ സ്വർഗ്ഗമാണല്ലോ. അമ്മയുടെ ഈ കാന്താരി കണ്ടപ്പോൾ പൊട്ടിക്കാന്ന് കരുതിയിട്ടാണ്. കുറേ കാലമായിട്ട് നിൽക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ടുണ്ട് ഈ കാന്താരി. എന്നും മുളകുണ്ടായിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. ഈ മുളക് ചെടിക്ക് ഇപ്പോൾ എന്നെക്കാളും ഉയരണ്ട്, അത്രയ്ക്ക് വലുതായി. തനി വെള്ള പൂഴി മണ്ണാണ് കേട്ടോ. എന്നാലും അവിടെ എന്ത് കൃഷി ചെയ്താലും നല്ല പോലെ ഉണ്ടാവും കേട്ടോ. കൃഷി ചെയ്യാനാണെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അമ്മേനെക്കാട്ടും ഇഷ്ടം അച്ഛനായിരുന്നു കേട്ടോ. അച്ഛൻ്റെ കണ്ടിട്ടാണ് ഞാനും കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ. എനിക്കും കൃഷി ഒത്തിരി ഇഷ്ടമായത്. അമ്മയ്ക്ക് എന്നാലും വീട്ടിൽ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മതാ പുളി ഉണക്കാനായിട്ട് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊപ്ര ഉണക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര പരിഭവമായിരുന്നു. തെങ്ങേറിയപ്പോൾ ഇപ്രാവശ്യം കുറവ് തേങ്ങ കിട്ടിയുള്ളൂ എന്നുള്ള പരിഭവമായിരുന്നു. പിന്നെ കൊപ്ര അട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് വെളിച്ചെണ്ണയായി. പിന്നെ അക്കാര്യത്തിൽ നോക്കണ്ട. വീട്ടിലൊരു പുളിമരം ഉണ്ട് കേട്ടോ. അതുമെന്ന് പുളി ഒഴിഞ്ഞു തുടങ്ങി. അപ്പോൾ കിട്ടണ പുളി ഓരോന്ന് കിട്ടുമ്പോൾ അത് എടുത്ത് വെക്കും. അങ്ങനെ അത് ഉണക്കല പണി. വെറുതെ ഇരിക്കുന്നേക്കാട്ടും അമ്മയ്ക്ക് ഇഷ്ടം എന്തെങ്കിലും പണികൾ എടുത്തുകൊണ്ടിരിക്കാനാട്ടാ. അമ്മ ഇപ്പോൾ ചൂലൊഴിഞ്ഞുകൊണ്ടിരിക്കുക. തെങ്ങ് കയറിയപ്പോൾ കുറച്ച് പച്ചോലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി ആഞ്ഞ് മൂപ്പരാളെ ചൂലൊഴിയാന്നുള്ള പ്ലാനിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മേരെ സുഖൂരൊക്കെ അന്വേഷിച്ച് കുറച്ച് നേരം തട്ടിമുട്ടി നടന്നിട്ട് പിന്നെ അങ്ങനെ പോവാന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ പോവാണ് അങ്ങനെ തിരിച്ച്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.